PV അൻവറിന്റേത് അടഞ്ഞ അധ്യായം എന്നൊക്കെ ലീഗ് നേതൃത്വം പറഞ്ഞെങ്കിലും അതങ്ങനെ അടഞ്ഞ അധ്യായമല്ല. അതിന്റെ ചർച്ചകൾ തുടരുന്നു എന്നാണ് ലീഗ് നേതൃയോഗത്തിൽ UDF കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യേകിച്ചും രൂക്ഷമായ വിമർശനം ഉണ്ട് എന്നതാണ്. അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ട്. അരുൺ, PV അൻവറിനെ ഒന്ന് നയത്തിൽ വശത്താക്കുന്നതിൽ പരാജയപ്പെട്ടു UDF എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ലീഗ് അതിന് പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ VD സതീഷിന്റെ അടക്കം കടുത്ത നിലപാടുകളാണ് അതിന് വിലകതടിയായി മാറിയത്. അതിൽ ലീഗിന് വല്ലാത്ത അതൃപ്തി ഉണ്ട് അല്ലേ? ദിവിഷ്, തീർച്ചയായും ലീഗിന് വലിയ തരത്തിലുള്ള ഒരു അതൃപ്തിയുണ്ട്. ആത്യന്തികമായും നിലമ്പൂർ ജയിച്ച് ഒരു ഫൈനലിലേക്ക് കടന്ന് അടുത്ത തവണ ഭരണത്തെ പിടിച്ചെടുക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കുക എന്നത് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കൂടിയാണ്. ഈ മുന്നണിയിൽ ഏറ്റവും ഉത്സാഹം കാണിക്കുന്ന പാർട്ടി കൂടിയാണ് ലീഗ്. അത്തരത്തിൽ നിലമ്പൂർ പിടിച്ചെടുക്കാൻ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മുൻപിൽ ഉണ്ടായെങ്കിലും ഒക്കെ കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ തന്നെയാണ് തീരുമാനം. അവിടെയാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങൾ തിരിച്ചടിയാകും എന്നുള്ള ലീഗിന്റെ വിലയിരുത്തൽ. VD സതീശന്റേത് അനാവശ്യ പിടിവാശിയാണെന്ന് ഉൾപ്പെടെയുള്ള വിമർശനമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനും ഈ യോഗത്തിൽ വിമർശനമുണ്ടായി. നേതൃത്വം തീരുമാനമെടുത്തതിന് ശേഷം PV അൻവറുമായി കൂടിക്കാഴ്ചയ്ക്ക് പോയത് നാണക്കേടായെന്ന ഒരു വിലയിരുത്തൽ ലീഗിന്റെ ഭാഗത്തുണ്ട്. ഒപ്പം PV അൻവറിനെയും വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസ് ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയതിനു ശേഷം പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിമർശിച്ചത് തെറ്റാണെന്നും PV അൻവറിനെ സംബന്ധിച്ച് ലീഗിന് വിമർശനമുണ്ട്. എങ്കിലും ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അൻവർ മത്സരിച്ചാൽ ഉൾപ്പെടെ നിലമ്പൂരിൽ വിജയ സാധ്യതയുണ്ട്. അതിന് കൈമെയ് മറന്ന് പ്രവർത്തിക്കണം. കോൺഗ്രസ് വിഭാഗീയത തിരിച്ചടിയാകരുത്. ലീഗ് എണ്ണ ഇട്ട യന്ത്രം പോലെ തന്നെ പ്രവർത്തന രംഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിലെ വിലയിരുത്തലും. KC വേണുഗോപാലിനെ ഈ തീരുമാനങ്ങൾ അറിയിക്കാനുമാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. ദിവിഷ്, അരുൺ, ഇങ്ങനെയൊക്കെ അവസാനിപ്പിക്കുന്നുവെങ്കിലും PV അൻവർ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കുകയാണ്. അതുവരെയും സമയമുണ്ട് ഒരുപക്ഷെ, അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നത് വരെയും അൻവറിന്റെ കാര്യത്തിൽ സമയമുണ്ട്. കാരണം നിലപാടുകൾ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും മാറാം. ലീഗ് ഇത് അവസാനിപ്പിച്ചു എന്ന് ഉറപ്പാണോ? ഇനി ഒരു അനുനയത്തിനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് തഞ്ചത്തിൽ അൻവറിനെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം ഇല്ല എന്ന് ഉറപ്പിച്ചോ? ലീഗ് അത്തരത്തിലുള്ള അനുനയ നീക്കങ്ങളും ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഇനി എന്തായാലും ഈ തീരുമാനത്തിനൊപ്പം തന്നെ മുന്നോട്ട് പോവുക. ഇനി അത്തരത്തിലൊരു ശ്രമങ്ങൾ ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് പോകണം. അതിന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള വിഭാഗീയത ആ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകരുത് എന്നുള്ളത് തന്നെയാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇനി അത്തരത്തിലുള്ള അനുനയ നീക്കങ്ങളിലേക്കൊന്നും ലീഗില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകണം. നിലമ്പൂർ പിടിച്ചെടുക്കണം. ഇതാണ് ലീഗിന്റെ ഇപ്പോഴത്തെ ആപ്തവാക്യമായി യോഗം വിലയിരുത്തിയിരിക്കുന്നത്. ദിവിഷ്, ശരി. എന്തായാലും VD സതീഷിന്റെ വാശി, അതിനോടുള്ള ഒരു വിമർശനമാണ് ലീഗ് കോൺഗ്രസ് നേതൃത്വം വഷളാക്കി എന്നാണ് പറയുന്നത്. ഇത് KC വേണുഗോപാലിനെ വിളിച്ച് പരാതി അറിയിക്കുമെന്നും ലീഗ് യോഗത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്.